ഹലോ ഡീസ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു ഓണക്കോടിയുടെ സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വെട്ടം കുറച്ച് കുറവാണ്. പിന്നെ ഇത് നമുക്കൊരു അംബ്രല കട്ട് സ്കേർട്ടായിരുന്നു. മെറ്റീരിയൽ രണ്ടും കുറച്ച് കയ്യെ പിടിച്ചാൽ കിട്ടാത്ത മെറ്റീരിയലായിരുന്നു. താഴെ ലൈനിങ് ആയിട്ട് കൊടുത്തത് ക്രേപ്പും, മേലെ ആ ഡിസൈൻ വന്നിരിക്കുന്ന മെറ്റീരിയൽ സിന്തറ്റിക് മെറ്റീരിയലും ആയിരുന്നു. അപ്പോൾ ആ ലൈൻസ് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ലൈൻസ് വരുന്ന മെറ്റീരിയലിൽ അംബ്രല കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടു തരുകയും ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒരു പിക്ക് എനിക്ക് റെഫറൻസ് പിക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡലിലേക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലേ ആ ഗോൾഡൻ കളർ ലൈൻസൊക്കെ വന്നിട്ട്. അപ്പോൾ അതാ ഞാൻ ബാൻഡ് പോർഷൻ, അതിൻ്റെ വേസ്റ്റ് പോർഷൻ, സ്കേർട്ടിൻ്റെ വേസ്റ്റ് പോർഷൻ വന്നിട്ട് ലൈനിങ് പീസും നല്ല മെറ്റീരിയലും ഒന്നിച്ച് ഒരേ അളവിൽ കട്ട് ചെയ്ത് ആ വേസ്റ്റ് പോർഷൻ ആദ്യം ഒന്നിച്ച് യോജിപ്പിച്ചെടുത്തു. ശേഷം താഴെ ഭാഗം നമുക്ക് ടങ്കീസ് ഇട്ട് ലോക്ക് ചെയ്യാനുണ്ടായിരുന്നു. നല്ല മെറ്റീരിയലിന്, ലൈനിങ് മെറ്റീരിയലിന് വെറുതെ അങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ശേഷം നമുക്ക് ബാൻഡ് വെച്ച് പിടിപ്പിക്കാനുണ്ടായി. ബാൻഡ് ഞാൻ പറഞ്ഞല്ലോ ഒരേ അളവിലാണ്. ഇപ്പം എത്രയാണോ നമുക്ക് വേസ്റ്റ് റൗണ്ട് ഞാൻ അവിടെ ലൂസിന് ആവശ്യമായി കണക്കാക്കി കൊടുത്തിരിക്കുന്നത്, അതേ അളവിൽ തന്നെയാണ് ബാൻഡും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാൻഡിൽ എലാസ്റ്റിക് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് വേസ്റ്റ് പോർഷനിൽ കറക്റ്റ് അളവ് കിട്ടുന്നതും ഗാദറിങ് ചുരുക്ക് വരുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബാൻഡ് പീസിനെ ഇപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. ബാൻഡ് പീസ് 2 പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെറ്റാക്കിയത്. അതായത് നല്ല മെറ്റീരിയലും അതുപോലെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുള്ള ക്രേപ്പും കൂടി വെച്ചിട്ടാണ് 2 ലെയറായിട്ടാണ് നമ്മളിത് ബാൻഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാൻഡ് ആദ്യം പൊട്ടുപുറത്താണ് വെച്ച് നമ്മൾ അടിച്ചത്. ശേഷം അതിൻ്റെ പീസിനെ നമ്മൾ നല്ല പുറത്തേക്ക് മടക്കി അടിക്കാണ്ടോ ചെയ്തേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ടോപ്പിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കട്ടിങ് വീഡിയോ ഒന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കടന്നപ്പോഴാണ് അയ്യോ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാമല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ പോർഷനിലേക്ക് വേണ്ടുന്ന ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല പുറവും പൊട്ടപ്പുറവും നോക്കി എന്നിട്ട് 2 അരികും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ശേഷം ആ പീസിൻ്റെ നടുഭാഗം കണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ അരികിലൂടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസിൽ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുത്തെടുക്കാൻ കേട്ടോ. ശേഷം ഈ പീസിനെ നമുക്കൊന്ന് നല്ല പുറം കാണിച്ച് മറിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. കണ്ടോ, അപ്പോൾ 2 കൈയിൻ്റെ ഭാഗത്തേക്കുള്ള പീസായിട്ടാണ് നമ്മൾ ഈ 2 പീസിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് മറച്ചതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പ് വരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഭാഗത്തിന് ഇതാ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കാണുന്ന രീതിയിൽ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് അഭിമുഖമായിട്ട് ആ സ്റ്റിച്ചപ്പ് നമുക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ഗാദറിങ് പോലെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കണം. കണ്ടോ, ആ 2 തുമ്പിലായിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇളകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഞാൻ കുറച്ചൊന്ന് ഓടിച്ച് വിട്ടതിൻ്റെ കുഴപ്പമുണ്ട്. പിന്നെ എൻ്റെ മകൻ അതിൻ്റെ ഇടയിൽ വന്നിരുന്ന് ഒന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഓടി വന്നതിൻ്റെ ഒരു കുരുത്തക്കേടും അവിടെ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൈക്കുള്ള പോർഷൻ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ ലൈനിങ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഹിഡൻ സിബ് വെച്ചെടുത്തത്. അപ്പോൾ ബാക്കിലെ പോർഷനിൽ ലൈനിങ് വെച്ച് സെൻറ്റർ ഭാഗം നമുക്ക് സിബ് വെക്കേണ്ട ഭാഗത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതോടുകൂടി തന്നെ ഹിഡൻ സിബ് അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മറച്ചിട്ട് ലൈനിങ്ങിനെ പ്രോപ്പറായിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാനായിട്ടോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനോ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ ലോങ് വീഡിയോ, നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഞാനത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെഫറൻസ് പിക്കും ഇവിടെ ഫൈനലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ഉം കൂടി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊന്ന് അറിയിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സിബ് വയ്ക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടോ. കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിഡൻ സിബ് വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പാളിപ്പോകുമല്ലോ. ഞാൻ എനിക്ക് എളുപ്പപ്പണിക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടും സെറ്റാക്കിയിട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ വർക്ക് നടക്കുന്നുമുണ്ട്.
എന്നാലും ഹിഡൻ സിബ് വെക്കുമ്പോൾ നമുക്കൊരു പേടി സ്വപ്നം എന്നോണം അത് മനസ്സിൽ കിടക്കുന്നൊരു കാര്യമാണല്ലോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ അതിനുള്ള വിവരം ശരിക്കും അവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു സിബിന് പകരം 2 സിബ് 3 സിബൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. ഞാനങ്ങനെ ഫസ്റ്റ് ടൈമിൽ ആദ്യം സിബ് വയ്ക്കാൻ പഠിച്ച ഒരു ടൈമിലൊക്കെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയടിക്ക് അങ്ങനെ ഹിഡൻ സിബ് വയ്ക്കാൻ പഠിച്ച ആളൊന്നുമല്ല. കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഞാൻ ഓരോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും അത് കറക്റ്റായിട്ട് തന്നെയാണോ വന്നേക്കുന്നത് എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അതവിടെ എല്ലാം ഫിക്സ് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പോൾ സിബ് അങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് പ്രസ് ചെയ്തടിച്ച് ബാക്കി എന്തൊക്കെയാണ് അവിടെ ഫിനിഷ് ചെയ്യാനുള്ളത് നോക്കി ഫിനിഷ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട് സിബിൻ്റെ പോർഷനിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സൈഡിലോട്ടെല്ലാം സ്റ്റിച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മളിവിടെ സിബ് വെച്ച് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് മറച്ച് നോക്കാണ് കൃത്യമായിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും എല്ലാം പറ്റുന്നില്ലേ എന്നുള്ളത്. അത് എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. സിബ് വെച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് അത് കയറ്റിയും അടച്ചും തുറന്നും എല്ലാം നോക്കും. ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയുകയും വേണം. അപ്പോൾ അതെല്ലാവരും ചെക്ക് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള പണിയിലേക്കെല്ലാം കിടക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്തെടുത്ത സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫൈനൽ ലുക്ക് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ റെഫറൻസ് പിക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഇത് ചെറിയൊരു മാറ്റം സ്കേർട്ടിൻ്റെ പോർഷനിൽ വരുത്തിയിട്ടുണ്ട്. ടോപ്പ് നമ്മൾ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ക്ഷമയോട് കൂടി കാത്തിരിക്കുക. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.